ഹായ് ഹലോ നമസ്കാരം. ഹാൽ റിലീസായിട്ടുള്ള ഏറ്റവും പുതിയ പടമാണ് ഹാൽ. ഈ സിനിമ റിലീസാവുന്നതിന് മുമ്പായിട്ട് ഒരുപാട് ഇഷ്യൂസ് ഉണ്ടായിട്ടുണ്ട്. പ്രത്യേകിച്ച് നമ്മുടെ ലവ് ജിഹാദ് അതുപോലെ തന്നെ ഈ സിനിമയിൽ ബീഫ് കഴിക്കുന്നത് കാണിക്കുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് ഇഷ്യൂസ് ഉണ്ടായിട്ടുണ്ട്. അതൊന്നും പ്രത്യേകിച്ച് ഈ സിനിമയിൽ അങ്ങനെ ആ പരിപാടിയൊന്നും ഇല്ല, ഞാൻ പറയേണ്ട ആവശ്യമില്ല. എനിക്ക് തോന്നുന്നു, ഞാൻ എൻ്റെ ഒരു അനുഭവം, എൻ്റെ ഒരു ഡെഫിനിഷൻ പറയാം. ലവ് ജിഹാദ് എന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നു നമ്മൾ ഇഷ്ടപ്പെടുന്ന ജാതിയല്ല, നമ്മൾ ഇഷ്ടപ്പെടുന്ന മതത്തിൽ നമുക്ക് വിശ്വസിക്കാം. നമ്മൾ പക്ഷെ നമ്മൾ മറ്റൊരാളുടെ ദേഹത്ത് മറ്റൊരാളുടെ ഒരു മേൽക്കോയ്മ പോലെ നമ്മൾ വിശ്വസിക്കുന്ന, നമ്മുടെ ആശ്വാസം, നമ്മുടെ വിശ്വാസം, നമ്മുടെ സത്യങ്ങൾ, നമ്മുടെ ആചാരങ്ങൾ, അനുഷ്ഠാനങ്ങൾ, മതമൗലിക വാദങ്ങൾ, ഇല്ലെങ്കിൽ ഡെമോക്രാറ്റിക് വാട്ടെവർ, നമ്മുടെ എല്ലാ സജഷൻസും ഇനിയിപ്പോൾ അതെല്ലാം മറ്റുള്ള ഒരാളുടെ മേൽ അടിച്ചേൽപ്പിക്കുമ്പോഴാണ് അത് ഒരു എഗെയിൻസ്റ്റ് ആയിട്ട് മാറുന്നത്. അതിനൊന്നും ഒരിക്കലും ആരും സപ്പോർട്ട് ചെയ്യുന്നില്ല. അതുകൊണ്ടാണ്. പക്ഷേ എനിക്ക് തോന്നുന്നു കോടതി വിധി ഉണ്ടല്ലോ ഇതുപോലെ മിശ്ര വിഭാഗത്തെ ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്യുന്നത് കോടതിയാണ്. അവർക്ക് ഫിനാൻഷ്യൽ ഫ്രീഡം കൊടുക്കുന്നുണ്ട്, പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അവർക്ക് ഒരുപാട് സെക്യൂരിറ്റി കോടതി കൊടുക്കുന്നുണ്ട് എന്നൊക്കെ പറയുന്നുണ്ട്. ഇതൊക്കെ കോടതി പറയുന്ന കേട്ടോ. ആ കോടതി തന്നെയാണ് ലവ് ജിഹാദിനെ കുറിച്ച് പലതും പറയുന്നത്. ഞാൻ പറഞ്ഞ കുറേ പറയും, അതുകൊണ്ട് പോട്ടെ. അപ്പോൾ സിനിമയിലേക്ക് വരുമ്പോൾ, സിനിമ എന്ന് പറയുന്നത് ഇതേ പരിപാടിയാണ്. കാരണം ഷൈൻ നിഗം പിന്നെ ഇതിൽ അഭിനയിച്ചിരിക്കുന്നത് സാക്ഷി ഒരു പുള്ളിക്കാരത്തൊരു തെലുഗു ആക്ട്രസ് ആട്ടോ. സൂപ്പറായി ചെയ്തിട്ടുണ്ട്. സാക്ഷി സൂപ്പറായിരുന്നു. ഇതിൻ്റെ റൈറ്ററായിട്ടുള്ള നിഷാദ് കോയ. വളരെ മോശം സ്ക്രിപ്റ്റ് റീഡിങ്. അതിൻ്റെ പൊന്നോ, എന്ത് റൈറ്റിംഗ് ആണോ ഇത്. സംഭാഷണം വളരെ മോശം സംഭാഷണം. 50, 60, 70 ഒന്നുമല്ല. അത് ആ ഒരു കാലഘട്ടം നിങ്ങൾ വിട്ടോ. സ്റ്റിൽ 2025 തന്നെ എഴുതിയിട്ടുള്ള ഡയലോഗാന്ന് പോലും നമുക്ക് ബുദ്ധിമുട്ടായി പോകും. ഈ ഒരു ഷൈൻ്റെ ക്യാരക്ടർ ആസി ഒരു റാപ്പറാണ്. അപ്പോൾ ആസി റാപ്പറായിട്ടുള്ള വ്യക്തിയാണ്. ഓഫ് കോഴ്സ് പുള്ളിക്കാരൻ ബിടെക്കാരനാണ്. സ്വാഭാവികമാണല്ലോ ഈ സിനിമകളിലൊക്കെ അങ്ങനെ ബിടെക്കാരന്മാർക്ക് കുറച്ച് അല്ലേ, കുറേ ഉണ്ടല്ലോ ബിടെക്കാരൊക്കെ. ബിടെക് ഫെയിലായിട്ടുള്ള പുള്ളിക്കാരൻ ആസി ഒരു ഓർക്കസ്ട്ര ഒരു ഇൻഡസ്ട്രിയാണ്. പുള്ളിക്കാരൻ റാപ്പ് ചെയ്യുന്ന ആളാണ്. പുള്ളിക്കാരൻ നല്ല കമ്പോസറാണ്. ഇതെല്ലാം അടിപൊളിയാണ്. അതാണ് പുള്ളിക്കാരന് ഇഷ്ടം. ഷൈൻ്റെ ആസിയുടെ അമ്മയായിട്ട് അഭിനയിച്ചിട്ടുള്ള വനജ, നമ്മുടെ ചിന്താവിഷ്ടയ ശ്യാമളയിൽ ശ്രീനിവാസിൻ്റെ വൈഫായിട്ട് അഭിനയിച്ചിട്ടുള്ള വനജ. ഇപ്പോൾ റീസെൻ്റായിട്ട് ഒരു പടം കൂടി പുള്ളിക്കാരത്ത് ചെയ്തിട്ടുണ്ട്. അത് അടിപൊളിയായിരുന്നു. പടത്തിൻ്റെ പേര് ഓർമ്മയില്ല. ഇതിലും നല്ല അടിപൊളിയായിരുന്നു വനജ. സൂപ്പർ ക്യാരക്ടർ. ഷൈൻ്റെ ഉമ്മയായിട്ട് അഭിനയിച്ചിട്ടുള്ള ആൾ അടിപൊളിയായിരുന്നു. പിന്നെ ആക്ട്രസ്, എസ്പെഷ്യലി പുള്ളിക്കാരത്തിൻ്റെ ആറ്റിറ്റ്യൂഡ്, ഒരു ക്രിസ്തീയ മതവിഭാഗത്തിൽപ്പെട്ട ഒരാളാണ് ഇതിൻ്റെ ആക്ട്രസ് എന്ന് പറയപ്പെടുന്നത്. പുള്ളിക്കാരത്തിൻ്റെ പേര് മരിയ. അപ്പോൾ ഒരു ക്രിസ്തീയ ജോണർ, പ്രത്യേകിച്ച് ഒരു വൈദികൻ്റെ മകളാണല്ലോ. അപ്പോൾ ആ ഒരു ആറ്റിറ്റ്യൂഡ്, ആ ഒരു അച്ചടക്കം, ഒതുക്കം, ആ ഒരു ഡയലോഗ് ഡെലിവറിയിലൊക്കെ, ഡബ്ബിങ് ആരെന്നറിയില്ല, അത് നന്നായിരുന്നു. ആക്ട്രസ് അടിപൊളിയായിരുന്നു. ആകെയുള്ള ഒരു പ്ലസ് പോയിൻ്റ് ഈ സിനിമയിലെ ആക്ട്രസ് മാത്രമാണ്. പിന്നെ ഇതിൽ ജോണി ആൻ്റണി ഉണ്ട്, സുരേഷ് കൃഷ്ണയുണ്ട്, ഷൈൻ്റെ ഫ്രണ്ടായിട്ട് ബാബിൻ വരുന്നുണ്ട്, പിന്നെ നിഷാൻ സാഗറുണ്ട്. ഒരുപാട് ആക്ടേഴ്സ് ഈ സിനിമയിലുണ്ട്. പിന്നെ മറിമായൻ ടീം, റിയാസ് നർമ്മകല, അതുപോലെ തന്നെ നിയാസ്, ഉണ്ണിരാജ, ഇവരൊക്കെ കൊടുത്തിട്ടുണ്ട്. പക്ഷേ എന്ത് ചെയ്താലും ഒരു വേണ്ട സജി. ഒരു സിനിമ എന്ന് പറയുന്നത് ഫസ്റ്റ് ഹാഫിൽ ഈ പടം ഇങ്ങനെ പോവുകയാണ്. ഇതേ ക്രിഞ്ച് പരിപാടി. കാരണം ഇവളെ ഇഷ്ടമാവുന്നു. ഇദ്ദേഹത്തിന് ഈ ആസിക്ക് മരിയെ ഇഷ്ടമാവുകയാണ്. അപ്പോൾ ഈ മരിയോട് ഇഷ്ടം പറയുന്നു. ഈ സിനിമയിൽ 8 സോങ്ങുണ്ട്. 8 സോങ്ങിൽ ഒരു 3 സോങ് സൂപ്പർ സോങ്ങാണ്. ഫസ്റ്റ് ഹാഫിൽ 4 സോങ്. ആ 4 സോങ്ങിൽ ആകെ ഒരു സോങ് സൂപ്പറാണ്. വേറെ ഒന്നുമില്ല, ഷൈൻ്റെ റാപ്പ്, ഷൈൻ്റെ പരിപാടി, പുള്ളിക്കാരൻ്റെ ഡാൻസ്, പുള്ളിക്കാരൻ്റെ ഷൈൻ തന്നെയാണ് അത് പാടിയിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ പാട്ട് പെർഫെക്റ്റ് ഒക്കെ ആയിരുന്നു. അതിന് ശേഷമുള്ള 3 പാട്ട് ഫസ്റ്റ് ഹാഫിൽ എൻ്റെ പൊന്നോ സീരിയൽ സോങ് പോലെ ഫീൽ ചെയ്തു. പല സോങ്ങുകളും വളരെ മോശം സോങ്ങുകൾ. അപ്പോൾ അങ്ങനെ ഇവർ ലവ് ആയല്ലോ. ഇവർ പരസ്പരം ഇഷ്ടപ്പെട്ടു, കണ്ടുമുട്ടി, ഇഷ്ടപ്പെട്ടു. ഇനി ഇതിൻ്റെ ക്ലൈമാക്സ് എന്ത് പോകണം? ഇത് വീട്ടുകാർ ഇതിനെ അഗെയിൻസ്റ്റ് ചെയ്യണം അല്ലേ. ഇത് സപ്പോർട്ട് ചെയ്യുന്ന കുറച്ച് ഫ്രണ്ട്സ് അപ്പുറത്ത്, ഇതിനെ എതിർക്കുന്ന വീട്ടുകാർ മറ്റൊരു വശത്ത്, ഇതിനെ അഗെയിൻസ്റ്റ് ചെയ്യുന്ന മറ്റൊരു ടീം, മതവിഭാഗ വാദികൾ തൊട്ടപ്പുറത്ത്. ഈ 3 ആളുകളെയും, അതാണല്ലോ ക്ലൈമാക്സ്. ഓൾറെഡി പ്രിജഡൈസ് ചെയ്യാൻ പറ്റും. കാരണം ഇതാണ് സിനിമ എന്ന് പറയുന്നത്. അങ്ങനെ ഒരു ജോണർ. സെക്കൻഡ് ഹാഫിലേക്ക് കുറച്ചുകൂടി ഈ സിനിമ ഇമോഷണലി വരുന്നുണ്ട്. ഫീൽ ഗുഡ് ആവുന്നില്ല, പക്ഷേ ഇമോഷണലി ഇത് കണക്റ്റ് ആക്കാനായിട്ട് നിഷാദ് എഴുതി വിട്ടിട്ടുണ്ട്. വീരയ്ക്ക് മേക്ക് ചെയ്യാൻ പറ്റില്ല. കാരണം ഇത് എവിടെ ഫ്രെയിം വെച്ചാലും എന്തൊക്കെ ചെയ്താലും ഒരു മെനയില്ല. കാരണം ഡയലോഗ്സ് ഇങ്ങനെയാണ്.
ഇത് നാടക ഡയലോഗ് പോലെയുള്ള ജോണി ആന്റണി എന്തൊക്കെ കോടതിയിൽ നിന്ന് അലറി വിളിക്കുന്നുണ്ട് ഷൈനെ സപ്പോർട്ട് ചെയ്തിട്ട്. അപ്പുറത്ത് ആക്ട്രஸെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. പ്രോസിക്യൂഷൻ ലോവറായിട്ടുള്ള സുരേഷ് കൃഷ്ണ അപ്പുറത്ത് കുറേ അലറി വിളിക്കുന്നുണ്ട്, റൂൾസ് പറയുന്ന നിയമങ്ങൾ പറയുന്നു. അതിൻ്റെ ജഡ്ജി ആച്ചാൽ ഇടയ്ക്ക് ചിരിക്കുന്നുണ്ട്, ഇടയ്ക്ക് എന്തൊക്കെ എഴുതുന്നുണ്ട്. അങ്ങനെ ഇതിൻ്റെ കൺക്ലൂഷൻ നമ്മൾ വിചാരിക്കും പോലെ ഇവരൊന്നായി മാറുന്നു. ഇതാണ് സിനിമയുടെ ഇതിവൃത്തമായിട്ടുള്ളത്. പക്ഷേ ഇതിനിടയ്ക്കുള്ള ഒരു ജേണി ഉണ്ടല്ലോ, ഇവർ തമ്മിലുള്ള ഒരു ആത്മബന്ധം അത്രമാത്രം അതിനെ കുറച്ചുകൂടിയും നന്നായിട്ട് ചെയ്യായിരുന്നു. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ വൾഗറായിട്ടല്ല പറഞ്ഞത്, പക്ഷേ കുറച്ചുകൂടി ഈ സോങ്സ് കയ്യിൽ നിന്ന് പോയെങ്കിൽ പോലും പല സിറ്റുവേഷൻസിൽ ഇത് ക്രിയേറ്റ് ചെയ്യും. പ്രത്യേകിച്ച് ഷൈൻ്റെ ക്യാരക്ടർ, ഷൈൻ്റെ പെർഫോമൻസ് ഞാൻ പറഞ്ഞല്ലോ ഒരുപാട് ക്യാരക്ടർ ചെയ്ത മനുഷ്യൻ. പക്ഷേ ഇതിൽ വളരെ പിശുക്കി അഭിനയിച്ചിട്ടുണ്ട് ഷൈൻ. ഇതിൽ പിന്നെ എല്ലാവരും തന്നെ ഇതിൽ പ്രത്യേകിച്ച് ഒരു ഇൻഫ്ലുവൻസ് നോക്കിയിട്ടില്ല. ഒരു ബിലോ എവറേജ് മൂവി എന്ന് പറയാൻ തന്നെ സെക്കൻഡ് ഹാഫില്ല. ഫസ്റ്റ് ഹാഫൊക്കെ ഭയങ്കര ക്രിഞ്ച് മോഡലാണ്, ഭയങ്കര ഇതായിട്ട് പോയിട്ടുള്ളത്. പ്രത്യേകിച്ച് ഇതിൻ്റെ ഡയലോഗ്സൊക്കെ വളരെ ബോറായിരുന്നു. അപ്പോൾ അങ്ങനത്തെ ഒരു പടം ഇതിൽ നമ്മുടെ മുസ്ലിം സമുദായക്കാരും ഹിന്ദു സമുദായക്കാരും കൂടി ഇരുന്നിട്ട് ബീഫ് കഴിക്കുന്ന സീനൊക്കെ ഉണ്ട്. അതൊക്കെ കട്ട് ചെയ്തിരിക്കുക, ബ്ലർ ചെയ്തിരിക്കുക. രാഗി കിട്ടിയ ആളുകളെയൊക്കെ മോർഫ് ചെയ്തിരിക്കുക. ഇതെന്താ രാഗി കിട്ടുന്നത് ഇത്ര വലിയ തെറ്റാണോ? അല്ലെങ്കിൽ രാഗി കിട്ടുന്നത് ഇത്ര വലിയ ശരിയാണോ? അല്ലെങ്കിൽ ബിരിയാണി കഴിക്കുന്നത് ഇത്ര വലിയ തെറ്റാണോ ശരിയാണോ? ഇത് എന്താണ് ഉദ്ദേശിച്ചത് മനസ്സിലായിട്ടില്ല. ഇതെനിക്കിത് പടത്തിൻ്റെ പബ്ലിസിറ്റിക്ക് വേണ്ടിയിട്ട് എടുത്തിട്ടുള്ളതാണ് അങ്ങനെയൊക്കെ. ഇതൊക്കെ ആരാണ് പറയുന്നതൊക്കെ? ഇതാരും പറയുന്നില്ല, ആരും എഗെയിൻസ്റ്റ് ചെയ്യുന്നില്ല. ഇവിടെ തന്നെ ആയിട്ടുള്ള ആളുകൾ അടിച്ചിറക്കിയിട്ടുള്ള പരിപാടിയാണ്. ഈ സിനിമയുടെ സ്ക്രിപ്റ്റ് റൈറ്റർ തന്നെ വളരെ മോശമായിട്ടാണ് സ്ക്രിപ്റ്റ് ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് എനിക്കൊന്നും പറയാനില്ല. എന്ത് കണ്ടിട്ടാണ് സെൻസറിങ് എന്നൊക്കെ മാറ്റി വെച്ച് ഇതിനെയൊക്കെ എത്രയോ ഇവിടെ ചുരുളി റിലീസിന് പോവാണ്. തിയേറ്റർ റിലീസിന് ചുരുളി പ്ലാൻ ചെയ്യുന്നുണ്ട് 4K അറ്റ്മോസിൽ. ആ കാലഘട്ടത്തിലാണ് ഒരാൾ ബീഫ് ബിരിയാണി കഴിക്കുന്നതും രാഗി കിട്ടുന്നതൊക്കെ മോർഫ് ചെയ്ത് കാണിക്കുന്നത്. എന്താണ് ടോട്ടലി പടം വീക്കാണ്. ഒരു ബിലോ ആവറേജ് എന്നോട് പറയാം. എസ് മൈ പേഴ്സണൽ ഒപ്പീനിയൻ. സോറി വീര, ഫസ്റ്റ് ഫിലിമാണ് ഡയറക്ടർ ആയിട്ടുള്ളത്. പടം പോരടോ പേഴ്സണലി. താങ്ക് യു.